അമല ഇബാദത്ത് എങ്ങനെയാ? അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ബാപ്പാനോട് പാട്ട് പാടിയാൽ 10 റുപ്യ ചോദിച്ചിട്ട് പാട്ട് പാടിയാൽ ഒരൊറ്റ അടി തരൂലേ? ഇല്ലേ? ഇല്ലേ? അള്ളാഹിനോട് പ്രാർത്ഥിക്കുന്ന കോല ഇത്. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലിം. ഇതെന്താ കൂത്ത? ഇസ്ലാം പാടാൻ പറഞ്ഞിട്ടുണ്ടോ നമ്മളോട്? ഇല്ല. ഇതാര വക? മുസ്ലിയാക്കന്മാരെ വക. എന്റെ പ്രിയപ്പെട്ടവരെ, ഇത് മുസ്ലിയാക്കന്മാരെ വക. ഇസ്ലാം പാടാൻ പറഞ്ഞിട്ടില്ല എന്നാ പറഞ്ഞത്. നിങ്ങൾ നോക്കൂ, ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ ഖന്തഖ് കുഴിക്കുന്ന സമയത്ത് സഹാബത്തെ കിറാം നബി തങ്ങളുടെ അടുക്കലേക്ക് വയറ് പൊക്കി കാണിച്ചു കൊടുത്തു. ബഹുമാനപ്പെട്ട സഹാബത്തെ കിറാമിന്റെ വയറ്റിൽ ഒരു കല്ലുണ്ട്. വിശപ്പ് സഹിക്കവയ്യാതെ അവിടുത്തെ വിഷമത്തോട് കൂടെ ആ വിശപ്പിൽ നിന്ന് അല്പമെങ്കിലും ആശ്വാസം വേണമെന്ന നിലക്ക് ബഹുമാനപ്പെട്ട സഹാബത്തെ കിറാം കെട്ടിയത് കാണിച്ചപ്പോ അള്ളാഹുവിന്റെ റസൂല് 2 കല്ല് കാണിച്ചു കൊടുക്കുന്നു. അങ്ങനെ പ്രയാസപ്പെട്ടുകൊണ്ട് മഹത്തായ ദീനിനെ കെട്ടിപ്പടുക്കും. എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ റസൂല് ഈ ത്യാഗത്തെ അനുസ്മരിച്ചുകൊണ്ട് അല്ലാഹുവോട് ദുആ ചെയ്തത് പാട്ടിലൂടെയല്ലേ, കവിതയിലൂടെയല്ലേ? ലഹുമ്മ ഇന്നൽ ഐസ ഐസുൽ ആഖിറ വഗ്ഫിർ ലിൽ അൻസാരിന വൽ മുഹാജിറ. അല്ലാഹുവേ, അൻസാറുകൾക്ക് പുറത്തു കൊടുക്കണമെന്ന് പാട്ട് പാടിയില്ലേ? അത് കേട്ടപ്പോൾ പ്രത്യുത്തരമായി കൊണ്ട് സഹാബത്തിന്റെ പ്രതികരണം, നഹ്നുല്ലദൂന ബയഉ മുഹമ്മദ അനിൽ ജിഹാദി മാ ബഖീന അബദാ. അതേ, സഹാബത്തും പാടുന്നു, പാടാൻ വേദി ഒരുക്കുന്നു, സ്റ്റേജ് കെട്ടിക്കൊടുക്കുന്നു. ഹസ്സാൻ ഇബ്നു സാബിത്ത് പാടുന്നു, അബ്ദുല്ലാഹ് ഇബ്നു റവാഹ തങ്ങൾ പാടുന്നു, സഹാബത്തെ കിറാം പാടുന്നു. അത് മുസ്ലിയാക്കന്മാരെ ഏർപ്പാടാണെന്ന് സുഹൈർ മൗലവി എന്ന് പറയുന്ന മൗലവി പറയുമ്പോ, എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ റസൂലിനെ പ്രകീർത്തിക്കല് ഇവർക്ക് കണ്ടുകൂടാ.